പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഹീസ് എ റിച്ച് പേഴ്സൺ എന്നൊക്കെ പറയാറുണ്ട്. പല വ്യക്തികളെയും കാണുമ്പോൾ നമുക്ക് തോന്നും, ഓഹ് എത്ര നല്ല. മൈൻഡ് പ്ലസ് തന്നെ പല ഗ്യാതറിങ് അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിൻ്റെ സമയത്ത് നമുക്ക് ഇദ്ദേഹത്തെ എന്തുകൊണ്ട് നമ്മൾ ആദ്യം പരിചയപ്പെട്ടില്ല എന്നൊക്കെ തോന്നുന്ന എത്രയോ മുഖങ്ങളുണ്ട്. അത് നമ്മളെ ഭാഗ്യമാണ്. അപ്പോൾ അതുപോലെ ഹീസ് എ റിച്ച് പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ റിച്ച് പേഴ്സണാലിറ്റി എന്നുള്ളതിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം. നമ്മൾ ദി കൾച്ചേർഡ് അപ്രോച്ച്, സംസ്കാര സമ്പന്നമായ സമീപനം. ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരെ സംസ്കാരത്തോടെ കൂടിയുള്ള സമീപനം, പെരുമാറ്റം, അതൊക്കെയാണ്. നമ്മൾ പല സമയത്തും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അഥവാ പല സിറ്റുവേഷനിൽ വരുമ്പം സംയമനത്തോടു കൂടി പെരുമാറുന്ന രീതിയാണ് ഈ കൾച്ചേർഡ് സിവിലൈസ്ഡ് അപ്രോച്ച്. രണ്ടാമത്തത് ദി റെസ്പെക്റ്റിംഗ് അതേഴ്സ്. എല്ലാവരോടും നല്ല ബഹുമാനത്തോടു കൂടി നമ്മൾ പെരുമാറുന്നു. അതായത് ഞാനും ഓക്കെ, അദ്ദേഹവും ഓക്കെ എന്നുള്ള നമ്മൾ മൈൻഡ് പ്ലസിലൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ദി എലിഗൻറ്റ് ഇൻട്രാക്ഷൻ. എലിഗൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല അന്തസ്സോടുകൂടി ഇടപഴകുക, സംസാരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാലാമത്തെ ഡീസൻറ്റ് കമ്മ്യൂണിക്കേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, ആരെയും കൊച്ചാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ വിധത്തിലൊന്നുമല്ലാതെയുള്ള വളരെ എലിഗൻ്റായിട്ടുള്ള ഒരു ആശയവിനിമയം. അഞ്ചാമത്തെ ദി റോൾ മോഡൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ വളരെ നല്ലൊരു വ്യക്തിയാണല്ലോ, ഇദ്ദേഹത്തിൻ്റെ മാതിരി ആവണമെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാർ, റോൾ മോഡൽസ്. എല്ലാവരാലും സ്വീകാര്യതയുള്ള നല്ലൊരു സ്വഭാവം എന്നാണ്. ഇഫ് സംബഡി ഈസ് ഹാവിങ് ദീസ് ക്വാളിറ്റീസ് വി ക്യാൻ സേ ദാറ്റ് ദേ ഹാവ് ഗോട്ട് എ റിച്ച് പേഴ്സണാലിറ്റി. പൊതുവേ ഈ ഘടകങ്ങളിൽ ഒരാളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സമ്പന്നമായ വ്യക്തിത്വം ഉണ്ടെന്ന് നമുക്ക് പറയാവുന്നതാണ്. ആർ യു എ റിച്ച് പേഴ്സൺ? നമ്മൾ സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. ഞാനൊരു സമ്പന്നനാണോ? നമുക്ക് പോഷ് ലക്ഷറി കാറുകളോ പ്രൈവറ്റ് ഫ്ലൈറ്റ് പോലുമുണ്ട്, ലക്ഷറി ഹൗസ് ഉണ്ട്, അതുപോലെ പോഷ് ഓഫീസാണ്, റിച്ചാണ്. കണ്ടാലും പെരുമാറ്റത്തിലും എടുപ്പിലും നടപ്പിലും ഡ്രസ്സിലും ഒക്കെ എല്ലാമായോ? ഇന്നത്തെ തീം ആർ യു എ റിച്ച് പേഴ്സൺ എന്നതാണ്. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഇതിൽ അവതരിപ്പിക്കുന്നു. ജോബ് അല്ലെങ്കിൽ പ്രൊഫഷൻ, പേഴ്സണൽ ലൈഫ്, എല്ലാ അർത്ഥത്തിലും ഞാൻ റിച്ച് ആണോ? ഡു യു ഹാവ് എ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ്? ഇപ്പോഴുള്ളതിന് പ്രപഞ്ച ശക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ? പലരും കംപ്ലൈൻറ്റുകൾ പറയും, എനിക്കൊന്നുമില്ല, അതില്ല, ഇതില്ല, ഉള്ളത് പോയി. അപ്പം ഉള്ളതിനോട് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? പ്രപഞ്ചശക്തിയോടോ ഭഗവാനോടോ ആരോടാച്ചാൽ. റിച്ച് ഇൻ സ്മൈൽ, ഞാൻ നന്നായി ചിരിച്ചുകൊണ്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണോ? ആ കാര്യത്തിൽ ഞാൻ സമ്പന്നനാണോ? റിച്ച് ഇൻ ലുക്ക്, കാഴ്ചയിൽ സമ്പന്നനാണോ? ഒരു ജെൻറ്റിൽമാൻ ലുക്ക് ഉണ്ടോ? റിച്ച് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ്, സഹായിക്കുന്ന കാര്യത്തിൽ സമ്പന്നനാണോ? റിച്ച് ഇൻ ഹൈ തിങ്കിങ്. ആർ യു റിച്ച് ഇൻ കൾച്ചർ? എപ്പോഴും ചോദിക്കും, അയാൾ സംസ്കാര സമ്പന്നനാണ്. റിച്ച് ഇൻ മണി, അത് ഒരു ഭാഗം മാത്രമാണ്. സാമ്പത്തികമായി സമ്പന്നനാണോ എന്നുള്ളതാണ്. പലർക്കും റിച്ച് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. നമ്മളും ആദ്യമൊക്കെ അങ്ങനെയാണ്. പിന്നെ ആലോചിച്ച് നോക്കുമ്പോഴാണ് എന്താണ് വാട്ട് ഈസ് മെന്റ് ബൈ റിച്ച് എന്നുള്ള ആ കാര്യം എന്താണെന്നുള്ളത്. പെരുമാറ്റം, സംസ്കാരം, ചിന്ത, സഹായം എന്നിവയിൽ സമ്പന്നനല്ലാതെ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രം സമ്പന്നനായാൽ ജനങ്ങൾ അങ്ങോട്ട് മുഴുവനായിട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല. നോബഡി കെയർസ് ആൻഡ് നോ ബെനിഫിറ്റ് ടു ദി സൊസൈറ്റി ഓൾസോ. ആ ആംഗിളിൽ ആലോചിക്കുമ്പോൾ അതും അങ്ങനെയാണ്. ആർ റിച്ച് പീപ്പിൾ ഹാപ്പി? എല്ലാവരും ചിന്തിക്കുന്നതാണ്. സമ്പന്നന് ശരിക്കും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നുണ്ടോ? രാത്രി കിടന്നാൽ ഉറക്കം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ജീവിതം തന്നെ ടെൻഷൻ, സ്ട്രെസ്സ് എന്നിവ മാത്രമാണോ? നമ്മൾ പലരും കാണും, സമ്പത്ത് ധാരാളം ഉണ്ടാവും, പക്ഷെ അത് നോക്കി നടത്താൻ ആളില്ല.
അല്ലെങ്കിൽ അത് ആ നിലയിൽ അദ്ദേഹം എത്താൻ കഷ്ടപ്പെട്ട കാര്യങ്ങൾ വേറെ ആരും പരിഗണിക്കുന്നുണ്ടാവില്ല. ഇദ്ദേഹത്തിന് അറിയാം, കുട്ടിക്കാലത്ത് മുതൽക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതായിരിക്കും. പക്ഷേ അത് ജനങ്ങളാൽ സ്വീകാര്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അഥവാ ജനങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ അയാളുടെ എന്നുള്ളതാണ്. ഉണ്ടാക്കിയ പണം നിലനിർത്താനുള്ള വ്യഗ്രത ആയിട്ട് ഓടുന്നവരുണ്ടാവും. പുതുതായി പണം ഉണ്ടാക്കാനുള്ള പ്രയത്നം, ഇതൊക്കെയാണ് പലർക്കും. അതോ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രശ്നത്തെ പഠിച്ച് അവലോകനം ചെയ്ത് പരിഹാരം കണ്ട് ഐശ്വര്യമായി ജീവിക്കുന്ന ഒരു സമ്പന്നനാണോ? അതാണ് ചോദ്യം. കുടുംബത്തോടൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാൻ പറ്റാറുണ്ടോ? പണ്ടൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെല്ലാവരും കാത്തുക്കുക എന്നെ. ഞാൻ ഒരിക്കലും ടൈമിനെത്താൻ പറ്റില്ല, തിരക്കാണ്. എന്ത് തിരക്കായാലും പല ടൈം മാനേജ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിലും സ്വന്തം ബിസിനസ് ആകുമ്പം ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പലതും വരാം, ടൈമിനെത്താൻ പറ്റാത്തതും. പ്രത്യേകിച്ച് നമ്മളെ ഭാരതത്തിൽ ഇവിടെ പല സമയത്തും അങ്ങനെ ഏത് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ വലയത്തിൽപ്പെട്ട് പോകുമ്പം അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം കുടുംബം ഹാപ്പി ആണോ? ആർ യു ഹാപ്പി ഫോർ വാട്ട് യു ഹാവ് നൗ? എൻ്റെ പണ്ടത്തെ ഒരു ബോസ് ഒരു ബില്യനെയറായിരുന്നു. ഫോർബ്സ് മാഗസീനിൽ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വന്നിരുന്നു. അടിപൊളി മനുഷ്യനാണ് അദ്ദേഹം. ഏറ്റവും സന്തോഷം ലഭിക്കുന്ന സമയം ഏത് എന്നൊരു ചോദ്യം, ഏതായാലും വലിയ ബില്യനെയറൊക്കെയാണ്. അപ്പോൾ ആ ഒരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അയാൾ ചിരിച്ചിട്ടൊക്കെയാണ് എപ്പോഴും. കണ്ടമാനം ടെൻഷൻ്റെ. ഒരു വർഷത്തിൽ 30 രാജ്യങ്ങൾ കറങ്ങുന്ന ആളാണ്. ഓൺലി ഫോർ ബിസിനസ് പർപ്പസ്, നോട്ട് ഫോർ ഈ ടൂറിസ്റ്റ് പരിപാടിയല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എപ്പോഴാണ് താങ്കൾക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിക്കുന്ന ഒരു ഇത്? അയാൾ പറഞ്ഞു, ടെലക്സ് മെഷീൻ്റെ ശബ്ദമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ വെച്ചാൽ ബാങ്ക് ഓഫ് ന്യൂയോർക്കിൽ അവിടെയാണ് അയാളുടെ അക്കൗണ്ട്. ഓരോ ട്രാൻസ്ഫറും മിനിമം $1 ലക്ഷം $2 ലക്ഷം ആയിരുന്നു. 30 കൊല്ലം മുന്നത്തെ കാര്യമാണ്. അപ്പം അത്രയധികം ബിസിനസ്സും പണവും ഉള്ള ആളാണ്. ആ സൗണ്ട് കേൾക്കുമ്പം രാത്രി 2 മണിയാണെങ്കിലും സുരേഷ്, ഐ എം റിയലി ഹാപ്പി ആ സൗണ്ട് കേൾക്കുമ്പം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുവെച്ചാൽ ഈ ബാങ്കിലേക്ക് പണം വരുന്നു എന്നുള്ളതാണ് അയാളുടെ. ഈ ഹാപ്പിനെസ് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇതുപോലെ ഡെഫിനിഷൻ, റിച്ച് എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഹാവിങ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് മണി, അസറ്റ്സ് ഓർ പൊസഷൻസ്, പറയത്തക്ക പണം, സ്വത്ത് എന്നിവ കൈവശമുള്ള വ്യക്തി. എക്സിസ്റ്റിംഗ് ഇൻ പ്ലൻറ്റിഫുൾ ക്വാണ്ടിറ്റീസ്, എബൻഡൻറ്റ് ഇൻ ലാർജ് എമൗണ്ട്സ്, വലിയ അളവിൽ വേണ്ടത്ര സ്വത്ത് കൈവശമുള്ള ആൾ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. മൈൻഡ് പ്ലസ് അറ്റൻഡ് ചെയ്യുന്നവരിൽ മിക്കവാറും പേര് റിച്ച് പേഴ്സണാലിറ്റീസ് തന്നെയാണ്. വിഷമമുള്ളവരെ ആശ്വസിപ്പിക്കുവാനും അതുപോലെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുവാനും മാനസികമായി ഒപ്പം നിൽക്കുവാനും ആത്മവിശ്വാസം പകരാനൊക്കെ മുൻപന്തിയിൽ മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് ഉണ്ട് ഓരോ സമയത്ത്. സ്വത്ത് എന്നതുകൊണ്ട് പണം മാത്രമല്ലല്ലോ അർത്ഥം, അതൊക്കെ നമുക്കറിയാം. ഇഫ് യു ലെറ്റ് യുവർ ലേണിംഗ് ലീഡ് ടു ആക്ഷൻ യു ബിക്കം വെൽത്തി. ടോണി റോബിൻസ് പറയുന്നതാണ്. ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ പ്രവൃത്തിയിൽ വരുത്തിയാൽ നമ്മൾക്ക് സമ്പന്നനാവാനുള്ള എളുപ്പ വഴിയാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡു യു ഹാവ് എ റിച്ച് മൈൻഡ്? അതാണ് അടുത്തത്. റിച്ച് മൈൻഡ് ഉണ്ടോ നമുക്ക്? ഒന്നാമത്തത് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടോ? രണ്ടാമത്തത് ലവ് അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ്. 3 മെച്യൂർഡ്, പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുവാനും വിശകലനം ചെയ്യുവാനുമുള്ള കഴിവ്. പ്ലസൻറ്റ്, 4മത്തത് പ്രസന്നതയോടെ സന്തോഷത്തോടെ കാര്യങ്ങളെ കാണുന്ന പ്രവർത്തിക്കുന്ന വ്യക്തി ആണോ? തിങ്ക് ബിഫോർ യു ലീവ്, അതായത് എടുത്തു ചാടുന്ന ഒരു പരിപാടി, അത് ചിന്തിച്ച് കാര്യങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി എടുത്തു ചാടി ഒരിക്കലും പ്രവർത്തിക്കില്ല. മൈൻഡ് പ്ലസിൽ ഇത്തരം നല്ല സ്വഭാവക്കാരെ എത്രയോ പേരെ
നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എവിടെ എത്തിയാലും നല്ലൊരു സന്തോഷത്തിൻ്റെ, ഊഷ്മളതയുടെ, സ്നേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവാറുണ്ട്. അതുതന്നെയാണ് റിച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഓഫ് എ റിച്ച് പേഴ്സൺ. ഒന്നാമത്തത് പേ ഓൺ ടൈം. നമ്മൾ കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കാനുള്ള ഇത്, അല്ലെങ്കിൽ ഇത് രണ്ടും കൃത്യസമയത്ത് നമ്മൾ വല്ല പ്രോമിസും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കണം നമ്മൾ. രണ്ടാമത്തത് ഡു ഇറ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് കൊടുക്കുന്നതാവട്ടെ വാങ്ങുന്നതാവട്ടെ ഒക്കെ ഒരു പ്ലസൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ആവണം നമ്മൾ ചെയ്യുന്നത്. ഇത് തിരിച്ച് കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊരു ശപിച്ചുകൊണ്ട് ആവരുത് നമ്മളുടെ ആക്ഷൻ. മൂന്നാമത്തത് ലവ്, അഫെക്ഷൻ, സിമ്പതി. മറ്റുള്ളവരോട് സ്നേഹം, വാത്സല്യം, അനുകമ്പ ഒക്കെ ഉള്ളവരാവണം. എനിക്കിങ്ങനൊരു അനുഭവം വന്നാലോ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഒന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതിനോട് ഒരു അനുകമ്പയോടുകൂടി നമ്മൾ പ്രതികരിക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു പുഞ്ചിരി മതി, അതായാലും മതി. ദാറ്റ്സ് വി ഹാവ് ടു. നാലാമത്തത് allow others to speak. മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ കത്തിവെച്ച് ബോറടിപ്പിക്കുന്നവരെ കാണാറില്ല. കുറച്ച് വിഷമമാണ് എങ്കിലും ഇഫ് യു വാണ്ട് ടു ബി എ റിച്ച് പേഴ്സൺ ദെൻ യു ഹാവ് ടു. നമ്മൾ ചില ടി വി ഷോയിലൊക്കെ കാണാം, മറ്റേ ആളെ പറയാൻ അനുവദിക്കുകയല്ലേ, ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, ഉത്തരം പറയാൻ സമ്മതിക്കില്ല. അതുപോലെ ആണ് പലപ്പോഴും അതും നമ്മളൊക്കെ ഇതിലൂടെ പോകുന്നതുകൊണ്ട് ഇതൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ കത്തിവെക്കലിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തത് റിയലൈസ് ദി പ്രസൻസ് ഓഫ് മോർ റിച്ച് പീപ്പിൾ. ഈ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ എന്നേക്കാളും സമ്പന്നർ ഉണ്ടെന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. കുറച്ചൊരു അഹങ്കാരം കുറയാനും അത് നല്ലതായിരിക്കും. പിന്നെ ഐ എം ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ്, എന്നെക്കാട്ടും കേവനാര് എന്നുള്ളൊരു ചോദ്യം അത് വരാതിരിക്കുവാനും ആ ഫീലിംഗ് ഇല്ലാതാവാനും ഒക്കെ ഇത് നല്ലതാണ്. പിന്നെ ഇത് ദൈവം തരുന്നതാണ്. എല്ലാവരും ഇപ്പം നേരത്തെ കുരങ്ങൻ്റെയും കഴുതേൻ്റെയും കഥ പറഞ്ഞ പോലെ ഒരേ സാധനം 2 പേർക്ക് കിട്ടിയാൽ ഒരാൾ ചിലപ്പം റിച്ച് ആവും, മറ്റയാൾ അത് ഇല്ലാതെ പോകും. ഭഗവാന്റെ കളികളും ഉണ്ട് അതിൽ. അപ്പം നമ്മൾ കിട്ടിയത് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഇതുകൂടി ഉണ്ടായില്ലേ. ദെൻ ഹൗ ടു ബി റിച്ച്. ഒന്ന് സിൻസിയർ ആയിരിക്കണം, ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം ഒരു ആത്മാർത്ഥത. എല്ലാ സത്യങ്ങളും പറയണം എന്നല്ലതിൻ്റെ അർത്ഥം. കളവ് പറയാൻ ഞാൻ മതി, സത്യം മുഴുവൻ പറഞ്ഞോളാമെന്നില്ല. സിൻസിയർ ടു അതേഴ്സ് ഓൾസോ. സിമ്പതി, കഷ്ടപ്പെടുന്നവരോട് ഒരു നേരത്തെ പറഞ്ഞ പോലെ അനുകമ്പതയാണ്. പ്രതിബദ്ധത അഥവാ കമ്മിറ്റ്മെൻറ്റ് നമുക്കുണ്ടാവുന്നത്. വാല്യൂ ഫോർ കമ്മിറ്റ്മെൻറ്റ്. നമ്മളൊരു കാര്യം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു. ഇറ്റ് ഷുഡ് നോട്ട് ബി എ പ്രോമിസ്. പ്രോമിസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ ആവരുത്. നാലാമത്തത് ഡിറ്റർമിനേഷൻ. ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുവാനുള്ള ദൃഢനിശ്ചയം. നമ്മളെ അജിത് കുമാർ സാറിനെ അതിന് പറയാൻ പറ്റും. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ച കൺസിസ്റ്റൻ്റായിട്ട് 10 ദിവസം കൊണ്ട് മുങ്ങല്ല, അത് കൺസിസ്റ്റൻ്റായി ഫോളോ അപ്പ് ചെയ്ത് അത് നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അദ്ദേഹത്തിനെ പറ്റി ഓരോരുത്തരും. വൺസ് യു ഡിസൈഡ് സ്റ്റിക്ക് ഓൺ ടു ഇറ്റ് ആൻഡ് വർക്ക് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. അതാണ് അതിൻ്റെ ബേസ്. അഞ്ചാമത്തത് ഹെൽപ്പിംഗ് ദി നീഡി പ്രൈവറ്റ്ലി. ആവശ്യക്കാരെ, അർഹതയുള്ളവരെ മറ്റാരും അറിയാതെ സഹായിക്കുക. കുറച്ചറിഞ്ഞാൽ നമ്മളായിട്ട് പറയാതെ ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ദെൻ നമ്മളെ രത്തൻ ടാറ്റ, നമ്മളെ ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് ഇത്. പലരും കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിനെപ്പറ്റി. എങ്കിലും രത്തൻ ടാറ്റയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും കൂടി ജർമ്മനിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു സാധാരണ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഒരു ടേബിളിൽ 3-4 വൃദ്ധർ ഇരുന്നിട്ട് ഒരു പ്ലേറ്റ് ഭക്ഷണം കൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അതായത് അവരുദ്ദേശിക്കുന്നത് ഭക്ഷണം വേസ്റ്റ് ആക്കാതെ കഴിക്കുന്നു എന്നുള്ളതാണ്. അവസാനത്തെ തരി വരെ തുടച്ച് എല്ലാവരും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ലാസ്റ്റ്. അപ്പോഴാണ് രത്തൻ ടാറ്റ ഇതിങ്ങനെ നോട്ട് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത്. ഇപ്പുറത്തെ ടേബിളിൽ വന്നിരുന്നു. അദ്ദേഹം വിചാരിച്ചു എന്താ ഇങ്ങനെ വന്നതെന്നൊക്കെ. രത്തൻ ടാറ്റയുടെ സഹപ്രവർത്തകൻ കുറച്ച് വേണ്ടതിലധികം, കുറച്ചൊന്ന് ലക്ഷറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വേണ്ടതിലധികം ഭക്ഷണം, പിന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം കൂടി പകുതി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇവർ ബില്ല് ചോദിച്ച്, ബില്ല് വന്നു, പേയ്മെൻറ്റ് കൊടുത്തൊന്ന് എണീക്കാനുള്ള ഒരു ഇതിലാണ് ഇവർ.
അപ്പോഴടുത്ത ടേബിളിലവർ വന്നു ചോദിച്ചു എന്താണ്. കുറച്ചൊരു അതിർത്തിയോടെ ഈ രത്തൻ ടാറ്റയുടെ കൊലീഗിനോട് ചോദിച്ചു, വായി എന്താണ്, നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ട് വേണം പോവുക എന്നുള്ള മട്ടിൽ പറഞ്ഞു. അപ്പോൾ ഈ കൊലീഗ് പറഞ്ഞു, ഞാൻ പൈസ കൊടുത്തു, എനിക്ക് ഭക്ഷണം വന്ന് ഞാൻ വേണേ കഴിക്കും, വേണ്ട കഴിക്കരുത്, ദാറ്റ്സ് മൈ ചോയ്സ്. നോ. മറ്റൊരു പറഞ്ഞു, അതങ്ങനെയല്ല, നമ്മൾക്കിവിടെ അങ്ങനെയാണ്, വേണമെങ്കിൽ ആ പ്ലേറ്റ് കൊടുത്തിട്ട് നമ്മൾ മറ്റേ മേൽ അടക്കം എറിയും, പക്ഷേ അവിടെ അങ്ങനെയല്ല. അവിടെ പറഞ്ഞു, നിങ്ങൾ സമ്പന്നരാകാം, പണം നിങ്ങളുടേതാണെന്ന്, അതും ശരിയായിരിക്കാം, പക്ഷേ വിഭവശേഷി എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടേതുമാകുന്നു. അത് നിങ്ങളെ മാത്രമല്ല, എല്ലാവരുതാണ്. ലോകത്തിൽ ഒരിത്തിരി ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ കോടിക്കണക്കിന് വരും. അവർക്ക് കൂടിയുള്ള ഭക്ഷണമാണ് നിങ്ങൾ പാഴാക്കി കളയുന്നത്. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ രത്തൻ ടാറ്റ അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു എനിക്ക് ആ ചിന്ത വന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് വന്നു. എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെയാണ്, അദ്ദേഹം വലിയൊരു ആളാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് ആ തോന്നി. പലരും നമ്മളൊക്കെ പൊങ്ങച്ചം കാണിക്കാൻ, ആളാകാനൊക്കെ ഭക്ഷണം ദൂർത്തടിച്ചിട്ട് പാഴാക്കി കളയുന്നുണ്ട്. ചിലപ്പോൾ നിവൃത്തി ഉണ്ടാവില്ല, എന്താ വെച്ചാൽ അത് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വരും. അങ്ങനെ ഉള്ള ഓർഡർ ചെയ്ത ശേഷം ഭക്ഷണം മുഴുവൻ കഴിക്കാതെ പാഴാക്കി കളയുന്നത് ഒരു കൺട്രോൾ നമ്മൾ വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് കനിഞ്ഞ് നൽകിയ വരമാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം, ഉറക്കെ തന്നെ ചിന്തിക്കണം. നമ്മളിപ്പോൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയി 5 ആളുണ്ടാവും ഗസ്റ്റ്, 10 ആൾക്ക് വേണ്ട ഇത് ഫുഡ് ഓർഡർ ചെയ്യും. അത് ഒരു ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പം 20 ആൾ വരും എന്ന് പറഞ്ഞു, നമ്മൾ 20 ആൾക്കും വേണ്ടത് ഓർഡർ ചെയ്യുമ്പോൾ 10 ആളെ വന്നുള്ളൂ വെച്ചാൽ നിവൃത്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഒരു രക്ഷയും. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പം പല സംഘടനകളെയും അപ്രോച്ച് ചെയ്യാം. അവർ അത്യാവശ്യക്കാർക്ക് ഇത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് മാത്രം ചെയ്താൽ മതി. അതൊരു റിച്ച് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് നമ്മളെ. അതായത് നമ്മൾക്ക് അങ്ങനെ വന്നാൽ വാട്ട് ഈസ് ദി സൊല്യൂഷൻ, അതുടൻ അത് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനും ജനങ്ങൾ വളരെയധികം നല്ല ഒരു സ്വീകാര്യത നൽകുന്നതാണ്. ജ്ഞാനപ്പാനയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലരുടെ കാര്യങ്ങൾ, എല്ലാവരുടെയൊന്നല്ല. അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലും ആശ്ചര്യമെന്നത്. ചിലർക്ക് സമ്പത്ത് എത്രയുണ്ടായാലും മതിയാവില്ല. 10 രൂപ കിട്ടിയാൽ അങ്ങനെ അത് പറയുന്നു. നല്ല പ്രവൃത്തി കൊണ്ട് കിട്ടുന്ന സമ്പത്ത് ഉണ്ടാവും. അത് എത്രയോ വിഷമിക്കുന്നവരെ സഹായിക്കുന്നവരുണ്ട്. നമ്മളതിൽ തന്നെ ഉണ്ട്, മൈൻഡ്+ തന്നെ ഉണ്ട്. എത്രയോ ആൾക്കാർ ആരും അറിയില്ല എന്ന് മാത്രം ദേ വിൽ ബി ഡൂയിങ് ഇറ്റ്. അത്തരം പുണ്യാത്മാക്കൾക്ക് വീണ്ടും വീണ്ടും സമ്പത്ത് വരികയാണ് വേണ്ടത്. എന്താ വെച്ചാൽ അദ്ദേഹത്തിനും കുടുംബത്തിനും, അവർക്കും കുടുംബത്തിനും മാത്രമല്ല എല്ലാവർക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇറ്റ് ഈസ് ദി ഹാർട്ട് ദാറ്റ് മേക്സ് എ മാൻ റിച്ച്. ഒരു വ്യക്തിയെ ധനികനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ്. He is rich according to what he is, not according to what he has. ഒരു വ്യക്തിയെ ധനികനാക്കുന്നത് അദ്ദേഹം എന്തു ചെയ്യുന്നു എന്നത് അനുസരിച്ചാണ്, അല്ലാതെ അദ്ദേഹത്തിന് എന്തുണ്ട് എന്ന് നോക്കിയല്ല. We are rich only through what we give and poor only through what we refuse. അതായത് കൊടുക്കുന്നതിൻ്റെ അളവ് നോക്കിയാണ് നമ്മൾ ധനികരാകുന്നത്. അത് പോലെ തന്നെ ദാരിദ്ര്യവും നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾക്ക് കിട്ടേണ്ട നല്ല കാര്യങ്ങൾ എന്തോ സമയത്ത് നിരസിച്ചതിനാലാവാം നമ്മൾ ദരിദ്രരാകുന്നത്. യു ആർ നോ റിച്ചർ ദാൻ വാട്ട് യു ക്യാരി ഇൻ യുവർ മൈൻഡ്, നോ സ്ട്രോങ്ങർ ദാൻ വാട്ട് യു ഹോൾഡ് ഇൻ യുവർ ഹാർട്ട്, ആൻഡ് നോ പ്യൂറർ ദാൻ വാട്ട് യു ഹാർബർ ഇൻ യുവർ സോൾ. അതായത് മനസ്സിൽ എന്ത് കൊണ്ട് നടക്കുന്നുവോ അദ്ദേഹം അതിലാണ് സമ്പന്നൻ. ഹൃദയത്തിൽ എന്ത് പിടിച്ചു വെക്കുന്നുവോ അതിലാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. ആത്മാവിൽ എന്തു കൊണ്ട് നടക്കുന്നുവോ അതിലാണ് അദ്ദേഹത്തിൻ്റെ പവിത്രത. ഇഫ് യു നീഡ് മണി ടു ബി റിച്ച്, യു വിൽ ഓൾവേസ് ബി പുവർ.
സമ്പന്നനാവാൻ പണം മാത്രമാണ് വേണ്ടത് എന്ന് ചിന്തിച്ചാൽ താങ്കൾ ഒരിക്കലും സമ്പന്നനാവില്ല, ദരിദ്രനെ ആവുള്ളൂ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി റിച്ച് ഇൻ ലവ് ദാൻ ടു ബി വെൽത്തി ഇൻ ഗോൾഡ്. സ്വർണം കൊണ്ട് സമ്പന്നനാവുന്നതിലും നല്ലത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സമ്പന്നൻ ആവുന്നതാണ്. പക്ഷേ പണത്തിന് പണം വേണം, അല്ലാതെ ഒരു കാര്യമില്ല. പണം വേണം, അതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ വി ഷുഡ് നോട്ട് റൺ ബിഹൈൻഡ് ദാറ്റ്. ദാറ്റ്സ് ഓൾ. If you let your learning lead to action, you become wealthy. ടോണി റോബിൻസ് തന്നെയാണ്. നിങ്ങൾ പഠിച്ചതെന്തോ അത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ താങ്കൾ സമ്പന്നനായി തീരും എന്ന് ഉറക്കെ പറയാൻ സാധിക്കും. ഇഫ് യു ആർ ലിവിങ് എ റിച്ച് ലൈഫ്, യു ആർ ഏബിൾ ടു ഷെയർ യുവർ ടൈം, മണി, റിസോഴ്സസ് ഓർ ടാലൻസ് വിത്ത് ദി വേൾഡ്. താങ്കളൊരു റിച്ച് ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾക്ക് സമയം, പണം, വിഭവങ്ങൾ, കഴിവുകൾ എന്നിവയൊക്കെ മറ്റുള്ളവരായി ഷെയർ ചെയ്യാൻ പറ്റും. ഓൾ ആർ റിച്ച് ഇൻ വൺ വേ ഓർ ദി അതർ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ ഓരോരുത്തരും സമ്പന്നരാണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ചുള്ളൊരു വ്യക്തിയെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ ഭഗവാനിൽ പോലും അത് ഇല്ല. പല പല ഇതുണ്ട്, പുരാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് ഏത് വിധത്തിലാവണം, എന്തിലാവണം, എങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല. വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ വേ. റിച്ച് പീപ്പിൾ ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്. പുവർ പീപ്പിൾ ബിലീവ് ലൈഫ് ഹാപ്പൻസ് ടു മീ. സമ്പന്നർ എൻ്റെ ജീവിതം ഞാൻ തന്നെ കരുപ്പിടിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ സമ്പന്നരല്ലാത്തവരോ ജീവിതം എനിക്കിങ്ങനെ നൽകപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. റിച്ച് പീപ്പിൾ തിങ്ക് ബിഗ്. സമ്പന്നർ എപ്പോഴും വലുതായി ചിന്തിക്കുന്നു. അവരുടെ ഗോളൊക്കെ വലുതായിരിക്കും. അതുകൊണ്ടാണ് അവർ ആ തരത്തിലേക്ക് എത്തുന്നത്. റിച്ച് പീപ്പിൾ ഫോക്കസ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്. അവരോ അവസരങ്ങളായിട്ട് നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കും. Be a mindfulness rich person from today. Thank you very much for patient listening.